മാത്രമല്ല നിങ്ങൾക്കിടയിൽ ഭിന്നത ഉണ്ടായാൽ അള്ളാഹുവിലേക്കും പ്രവാചകനിലേക്കും മടക്കുക. ജീവിതത്തിന്റെ സുപ്രധാനമായ രാഷ്ട്രീയ കാര്യങ്ങൾക്ക് നമ്മുടെ നേതാവ് സോണിയാഗാന്ധിയാണെങ്കിൽ വിവാദമുണ്ടാകുമ്പോൾ, തർക്കമുണ്ടാകുമ്പോൾ ഖുർആനിലേക്കും സുന്നത്തിനും മടക്കാൻ സോണിയാഗാന്ധി സമ്മതിക്കുമോ? കരുണാകരൻ സമ്മതിക്കുമോ? ആന്റണി സമ്മതിക്കുമോ? ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളോ ഭൗതിക സംഘടനകളോ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഖുർആനിലേക്കോ പ്രവാചകനിലേക്കോ മടക്കാൻ എപ്പോഴെങ്കിലും സമ്മതിക്കുമോ? സന്നദ്ധമാകുമോ? അഥവാ അംഗീകരിക്കുന്നുണ്ടോ? യഥാർത്ഥത്തിൽ അതുകൊണ്ട് തന്നെ അനിസ്ലാമിക നേതൃത്വം എന്നത് ഇസ്ലാമിക സമൂഹത്തിന് ചിന്തിക്കാനേ പറ്റാത്ത കാര്യമാണ്. അതേസമയം മുസ്ലിം സംഘടനകൾ നിർഭാഗ്യവശാൽ ആരാധനാ രംഗത്ത് മതനേതൃത്വവും ജീവിതത്തിന്റെ സുപ്രധാനമായ മേഖലകളിൽ മതേതരമായ ഭൗതിക നേതൃത്വത്തെയുമാണ് അംഗീകരിക്കുന്നത്. ഇസ്ലാമിന് അചിന്യമായ അന്യമായ ഈ സമീപനത്തിന് ഭിന്നമായി ജീവിതത്തിന്റെ മുഴുവൻ മേഖലയിലും ഇസ്ലാമിക നേതൃത്വത്തെ അംഗീകരിക്കുന്നു എന്നും പ്രശ്നങ്ങളെ ഇസ്ലാമിക സമൂഹം പരസ്പരം കൂടിയാലോചിച്ച് തീരുമാനിക്കുകയും ചെയ്യുന്നു എന്നതാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ അഞ്ചാമത്തെ സവിശേഷതയാണ് പറഞ്ഞത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, മറ്റുള്ള കാര്യങ്ങളിൽ ഇപ്പോ ഏതെങ്കിലും ഒരു വിഷയത്തിൽ പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ പ്രശ്നം ഖുർആനിലേക്കും സുന്നത്തിലേക്കും മടക്കാൻ സോണിയ സമ്മതിക്കോ, ഇന്ദിരാഗാന്ധി സമ്മതിക്കോ, കരുണാകരൻ സമ്മതിക്കോ, ആന്റണി സമ്മതിക്കോ എന്നൊക്കെയാ മൂപ്പറുടെ ചോദ്യം. ഉണ്ടല്ലോ. അപ്പൊ വളരെ വ്യക്തമായി അദ്ദേഹം പറയാ, ഇത് ഞാൻ മുമ്പൊരിടത്ത് പറഞ്ഞപ്പോ ജമാഅത്തുകാർ മറുപടിയോട് മറുപടി. ജമാഅത്തുകാർ സാധാരണ പറയാറെന്നറിയോ, ഞങ്ങൾ ആരെയും വിമർശിക്കാറില്ല. പക്ഷെ ജമാഅത്തെ ഇസ്ലാമി ഒന്ന് വിമർശിച്ചു നോക്കണം. ജമാഅത്തെ ഇസ്ലാമി ഒന്ന് വിമർശിച്ചു നോക്കണം. നാട് നീളെ കേരളത്തിന്റെ മുക്കുമൂലകളിൽ ജമാഅത്തുകാർ മറുപടി പറഞ്ഞിട്ടും തീരുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ദൈവനിഷേധികൾ, ദൈവമില്ലെന്ന് പറയുന്നവൻ, അതുപോലെ തന്നെ ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ നേതാക്കന്മാർ സോളിഡാരിറ്റിക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച ആ രംഗത്തിന് മറുപടി പറയാണ് സോളിഡാരിറ്റിക്കാർ. എന്താ മറുപടി എന്നറിയോ? അവരൊന്നും ഞങ്ങളുടെ നേതാക്കന്മാരല്ല.